എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അറിഞ്ഞോന്നറിയില്ല, നിങ്ങൾ എത്ര പേര് സംഭവം അറിഞ്ഞു എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും എൻ്റെ പേരിൽ കേസ് വന്നിട്ടുണ്ട് കേട്ടോ. പോലീസ് കേസാണ്. കലാപ ആഹ്വാനത്തിനാണ് എൻ്റെ പേരിൽ കേസ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടോളണം. എത്രയും പെട്ടെന്ന് എൻ്റെ കയ്യിൽ വിലങ്ങ് വീഴും, ഞാൻ ജയിലിലാവും. മിക്കവാറും എന്നെ തീഹാർ ജയിലിൽ കൊണ്ടുപോകുമെന്നാണ് തോന്നുന്നത്. കാരണം കലാപ ആഹ്വാനത്തിനെ, കാരണം എൻ്റെ ചാനലിലുള്ള സബ്സ്ക്രൈബേഴ്സൊക്കെ ഹിന്ദുക്കൾ മാത്രമല്ലേ ഉള്ളൂ എനിക്ക് സബ്സ്ക്രൈബറായിട്ട്. മുസ്ലിങ്ങൾ ആരും ഇല്ലല്ലോ. ഞാൻ കടുത്ത മുസ്ലിം വിരോധിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പേരിൽ ഈ ഒരു കേസ് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സംഭവം ഞാൻ പറയാം. എല്ലാവർക്കും റിയാക്ഷൻ വീഡിയോ ചെയ്യാം, ആരെപ്പറ്റി വേണേലും ചെയ്യാം. പക്ഷേ ഞാൻ ചെയ്യുമ്പോൾ മാത്രം വേദനിക്കുന്ന ചിലരുണ്ട്. നമ്മുടെ ബാലാമണി താത്തയുടെ കാര്യം തന്നെയാണ് പറയുന്നത്. എൻ്റെ റിയാക്ഷൻ വീഡിയോ വരുമ്പോൾ അവർക്ക് വല്ലാണ്ട് വേദനിക്കുന്നു. എന്തിനാണെന്ന് എനിക്കറിയില്ല. കാരണം അങ്ങനെ വേദനിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഞാൻ എൻ്റെ ചാനലിലൂടെ ഞാൻ ആരെയും തെറി വിളിക്കുന്നില്ല. കുണൂജയുടെ സബ്സ്ക്രൈബേഴ്സിനെ, ക്ഷമിക്കണം കുണൂജയുടെ PR വർക്കേഴ്സിനെ മാത്രമേ ഞാൻ തെറി വിളിച്ച് ഓടിച്ചിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൂട്ടത്തോടു കൂടി എൻ്റെ ചാനലിൽ വന്നിട്ട് എന്നെ ആക്രമിക്കാൻ വന്നത് കാരണമാണ്. അല്ലാത്ത പക്ഷം വീഡിയോ ചെയ്യുമ്പോൾ തീർത്തും മാന്യമായ രീതിയിൽ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. അത്തരത്തിലുള്ള എനിക്കെതിരെ ഒരു പോലീസ് കേസ് പോയിരിക്കുകയാണ്. ഇതിനു മുമ്പും പലതവണ പോയിട്ടുണ്ട്. നമ്മുടെ ബാലാമണി താത്തയുടെ കുഞ്ഞുങ്ങളെ ഞാൻ ഏതാണ്ടൊക്കെ പറഞ്ഞു എന്നുള്ള രീതിയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി നല്ലൊരു ഒന്നാന്തരം കള്ളക്കേസ് കൊടുത്തതായിരുന്നു. ആ ഒരു കള്ളക്കേസ് ബലപ്പെട്ടില്ല, അതങ്ങനെ കിടന്നതുകൊണ്ട് പിന്നീട് കുഞ്ഞുങ്ങളെ കൊണ്ട് എഴുതിപ്പിച്ച് ആ കുട്ടികളുടെ കൈവെള്ളയിൽ എഴുതിപ്പിച്ച് കൊണ്ടുവന്ന് കേസ് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവരുടെ ചാനലിൽ. എത്രത്തോളം വാസ്തവം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇപ്പോൾ ഞാൻ ഈ ഗുരുവായൂർ സംഭവത്തോട് ചേർന്നിട്ട് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്തപ്പോൾ പുള്ളിക്കാരത്തിക്ക് ഹാലിളകി. അങ്ങനെ പുള്ളിക്കാരത്തി കൊണ്ടുവന്ന് എൻ്റെ പേരിൽ വീണ്ടും കേസ് കൊടുത്തു എന്നാണ് പറയുന്നത്. കൊടുത്ത വകുപ്പ് എന്ന് പറഞ്ഞാൽ കലാപ ആഹ്വാനത്തിനാണ് എൻ്റെ പേര് കേസ് കൊടുത്തത് എന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും 2025 ഏറ്റവും നല്ല കോമഡിയായിട്ട് ഞാൻ ഈ ഒരു കോമഡിയെ കണക്കാക്കുന്നു. കാരണം കലാപ ആഹ്വാനത്തിന് വേണ്ടിയിട്ട് ഞാൻ കേസ് കൊടുത്തു എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയ കോമഡി തന്നെയായിരിക്കും അല്ലേ? അത് കേട്ടിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എന്ത് തോന്നുന്നു? നിങ്ങൾക്കിതൊരു കോമഡിയായിട്ട് തോന്നുന്നുണ്ടോ? അത് ട്രാജഡി ആയിട്ടാണോ തോന്നുന്നത്? എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഈ ഒരു വാർത്ത എൻ്റെ അടുത്ത് ഒരാൾ വിളിച്ച് പറഞ്ഞതാണ്. അത് കണ്ട ഉടനെ സത്യത്തിൽ കണ്ടില്ല എൻ്റെ കോലം. ഒന്ന് പുട്ടിയടിക്കാനോ ഒന്ന് ലിപ്സ്റ്റിക് ഇടാനോ പോലും സമയം കിട്ടിയില്ല. അതിനാകുമ്പോൾ ഞാൻ വന്ന് വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഒരു വീഡിയോ ഈ ഒരു സംഭവം വന്നപ്പോൾ, ഗുരുവായൂർ വിഷു സംഭവം വന്നപ്പോഴത്തേക്ക് ഒരു വീഡിയോ മറ്റും ആണോ ഞാൻ ചെയ്തിരുന്നതെങ്കിൽ അവരെന്നെ അങ്ങ് വിട്ടേനെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ നിരന്തരം വീഡിയോ ചെയ്തത് അവർക്ക് ഒട്ടും സഹിക്കാനാവുന്നില്ല. അതുകൊണ്ടാണ് അവർ ഈ ഒരു കേസിന് മുന്നോട്ട് പോയിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ അത് സ്വാഗതാർഹം, അത്രയും ഞാൻ പറയുന്നുള്ളൂ. സ്വാഗതം ചെയ്യുന്നു ആ ഒരു നല്ല തീരുമാനത്തിന്. കാരണം മടിയിൽ കനമുള്ളവനെ ഭയക്കേണ്ട കാര്യമുള്ളൂ. എൻ്റെ മടിയിൽ ഒരു കനവുമില്ല, അതുകൊണ്ട് എനിക്ക് ഭയക്കേണ്ട ഒരാവശ്യമില്ല. ഓക്കെ. പിന്നെ വാക്കുകൾ കൊണ്ടുപോലും ഞാൻ ആരെയും വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നില്ല. കുണൂജര ഫാൻസ് ഇത് കേട്ടിട്ട് വന്ന് കമൻറ്റ് ചെയ്യാൻ നിൽക്കേണ്ട. നിങ്ങളെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അകാരണമായിട്ട് നിങ്ങൾ അനാവശ്യമായിട്ട് എൻ്റെ ചാനലിൽ വന്നിട്ട് എന്നെ ഭരിക്കാനായിട്ട് വന്നതിൻ്റെ പേരിൽ മാത്രമാണ്. അല്ലാണ്ട് ഞാൻ ആരെയും വീഡിയോ വഴി ആരെയും തെറി വിളിക്കാനോ മറ്റുള്ളവർ കേൾക്കുമ്പോൾ മോശമായ രീതിയിൽ സംസാരിക്കാനോ ബോഡി ഷേമിങ് ചെയ്യാനോ ഒന്നും നിൽക്കുന്ന ഒരാളല്ല. അത് എന്നെ അറിയാവുന്ന ആളുകൾക്കറിയാം. പിന്നെ ഒരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ ഒരാൾ ചാടിത്തുള്ളി കൊണ്ടുവന്ന ഒരു പോലീസ് കേസ് കൊടുക്കുന്ന സമയത്ത്, അതിന് കോടതിയിൽ കൊടുത്താലും എവിടെ കൊടുത്താലും ആ സമയത്തിന് അവർ എൻ്റെ ഫോണിൻ്റെ ഡീറ്റെയിൽസൊക്കെ, അതായത് എൻ്റെ വീഡിയോകളുടെ എൻ്റെ ചാനൽ ഡീറ്റെയിൽസ് മുഴുവൻ അവർ നോക്കും. അവർ നോക്കിയിട്ട് ഞാൻ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർ എന്നെ അറസ്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ടൊന്നും എനിക്കൊരു ഭയമില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഭയമില്ലാത്തതും. അപ്പോൾ എന്നെ ഇവർക്ക് ഭയമുള്ളത് കൊണ്ടാവണം ഞാൻ വാ തുറക്കുമ്പോഴൊക്കെ എൻ്റെ വാ നിയമത്തിൻ്റെ പേര് പറഞ്ഞ് അടപ്പിക്കാനായിട്ട് നോക്കുന്നത്. എന്തായാലും ഇവർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇവരുടെ ചാനലിൽ. ഉത്തരയ്ക്ക് ഒരു ഗിഫ്റ്റ് എന്നുള്ള പേരിലാണ് ഇവരൊരു വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗിഫ്റ്റിനെ പറ്റിയിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് തരാം കേട്ടോ. എല്ലാവരും കേട്ടോളൂ. ഉത്തരയ്ക്ക് ഒരു ഗിഫ്റ്റ്. ഒരു നിമിഷം ആ ഒരു ഗിഫ്റ്റ് എടുക്കുന്നതിന് മുമ്പ് ഒരിത്തിരി
വീഡിയോ ഇച്ചിരി ലാഗാണ്, ഞാനതൊരു ഇത്തിരി സ്പീഡാക്കട്ടെ. എന്തിനാ ഇത്രയും ലാഗ്? ഹലോ, ഞാൻ ഒരു അത്യാവശ്യം കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്താ വെച്ചാല്, ഞാനിപ്പോൾ നമ്മുടെ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ പോയി വരുന്ന വഴിയാണ്. എന്താ കാര്യം എന്ന് വെച്ചാല്, ഞാൻ ഇതിനു മുമ്പ് ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പരാതി ഞാൻ മാത്രമല്ല, എൻ്റെ മകളും കൂടിയിട്ടാണ് പരാതി കൊടുത്തിരുന്നത്. അപ്പം ജസ്റ്റ് പരാതിയായിട്ട് അവിടെ വെച്ചതായിരുന്നു. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഒരു ലേഡിന്റെ നേർക്കൊക്കെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അവർക്കത് ഭയങ്കര മെന്റലിയും ഫിസിക്കലിയും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാകും. കാരണം ഒരു കേസ് ഉണ്ടായാൽ ഏത് സ്റ്റേഷൻ പരിധിയിലാണോ നമ്മൾ കൊടുത്തത് അവിടം വരെ പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ ആ ലേഡിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കിയ സമയത്ത് എനിക്ക് വളരെ ദയനീയമായിട്ടായിരുന്നു തോന്നിയത്. അപ്പം അതെ, എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കിയപ്പോൾ വളരെയധികം ദയനീയതയോടുകൂടി തോന്നിയത് കൊണ്ടാണ് എൻ്റെ പേരിൽ അവർ കേസ് കൊടുത്തത്. മനസ്സിലായില്ലേ? ആ ഒരു സമയത്തും, അതായത് ഗുരുവായൂർ വന്ന് കേക്ക് കട്ട് ചെയ്ത ആ ഒരു സമയത്തും അവിടെ കയറി റീൽസ് എടുത്ത സമയത്തൊക്കെ ഞാൻ വളരെ ശക്തമായ രീതിയിൽ മാന്യമായ ഭാഷയിൽ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇവർക്ക് ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടായി. അപ്പോൾ അതിൻ്റെ പേരിൽ എൻ്റെ വായടപ്പിക്കാൻ നോക്കിയിട്ട് നടക്കാത്തതിൻ്റെ പേരിൽ കുഞ്ഞുങ്ങളെ പറഞ്ഞു എന്നുള്ള പേരിലൊക്കെ വച്ചിട്ട് ഇവർ കേസ് കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ അതിലും എനിക്ക് പേടിയില്ല. കാരണം ഞാൻ കുഞ്ഞുങ്ങളെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇവർ കൊണ്ടുവന്ന് ഞാൻ കുഞ്ഞുങ്ങളെ പറ്റി ഏതാണ്ടൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് കേസ് കൊടുത്താലും അത് കോടതിയിൽ വരുന്ന സമയത്തായാലും പോലീസ് സ്റ്റേഷനിലായാലും അവർ ആ ഒരു വീഡിയോ കാണും. ആ ഒരു വീഡിയോ അവർ ചെക്ക് ചെയ്യും. ആ ഒരു വീഡിയോ നോക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് മാനസികമായിട്ട് വേദന ഉണ്ടാക്കത്തക്ക രീതിയിൽ ഞാൻ എന്താണോ പറഞ്ഞത് എന്നുള്ള ആ ഒരു സംഭവം അവിടെ വരും. അപ്പോൾ അല്ലാണ്ട് ഒന്നും ഇത് വെള്ളരിക്കപ്പെട്ടണമെന്നുമില്ല. ഒരാൾ വന്ന് കേസ് കൊടുത്തെന്നും പറഞ്ഞ് അങ്ങനെ ഭയന്ന് കടുകിനകത്ത് കയറിയിരിക്കാൻ വേണ്ടിയിട്ടൊന്നും. അപ്പോൾ ഇനി ബാക്കി കേൾക്കാവേ. തെറ്റാണ് ചെയ്തത്, പക്ഷെ എങ്കിൽ പോലും ക്ഷമ എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യന് വേണ്ടൊരു സംഭവമാണ്. അത് വിചാരിച്ച് ഞാൻ അത് കേസ് കൊടുത്തിട്ടു എന്നല്ലാതെ FIR-ഉം കാര്യങ്ങളും ഇടാൻ ഞാൻ തന്നെ SIന്റെ അടുത്ത് പറഞ്ഞു. കാരണം നമ്മൾ ഒരാള് അങ്ങനെ പെട്ടെന്ന് ക്രൂരമായി അതെന്ത് പരിപാടിയാണ്? എൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ടു എന്നല്ലാണ്ട് FIR-ഉം സംഭവമൊന്നും ഇടണ്ട എന്നുള്ള കാര്യം SIയോട് പറഞ്ഞത്രേ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ കേസ് കൊടുത്തത്? അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ. ഒരാളെ പറ്റിയിട്ട് കേസ് കൊടുത്തിട്ട് വെറുതെ കൊടുത്തിട്ടതാണെന്ന്. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ആദ്യം കേസ് കൊടുത്തിട്ട് അത് റെഡിയാവാഞ്ഞതുകൊണ്ട് രണ്ടാമത് നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് എഴുതി കുട്ടികളുടെ കയ്യിൽ വെച്ചിട്ട് കുട്ടികളുടെ കൈപ്പിടയിൽ എഴുതി കേസ് കൊടുത്തു എന്നൊക്കെ നിങ്ങളുടെ ചാനലിൽ തന്നെ പറഞ്ഞ് ഞാൻ കേട്ടതാണ്. എന്തെങ്കിലും ആവട്ടെ. കാരണം ആ സ്ത്രീ പറഞ്ഞത് എൻ്റെ മക്കളെ കുറിച്ചായിരുന്നു. മക്കൾക്ക് ഞാൻ ഫുഡൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളത്. അപ്പം നമ്മളിപ്പോൾ കേസ് കൊടുക്കും. എന്തിനാ എപ്പോഴും ഇങ്ങനെ കള്ളത്തരങ്ങൾ ഇങ്ങനെ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു കള്ളം ഒരു 50 പ്രാവശ്യം പറഞ്ഞാലും അത് സത്യമാവില്ല, ഒരിക്കലും ആവില്ല. അതുപോലെ ഒരു സത്യം ഒരു 1000 വട്ടം ആവർത്തിച്ച് അതൊരു കള്ളമാണെന്ന് പറയാൻ ശ്രമിച്ചാലും അത് ഒരിക്കലും അങ്ങനെ ആവില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവർ ഇത് തന്നെ ഇങ്ങനെ പിടിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ അതൊരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യമല്ലെന്ന് എനിക്ക് വളരെ നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഞാനതിനെ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ഒരാളാൽ അപമാനിക്കപ്പെട്ട അവിടെയാണ് ആ കേസിന് ഫലം ഉണ്ടാവുക. അപ്പം മക്കൾ മോന് കൊടുത്തെന്ന് വെച്ചാൽ മോനെ ആ ലിങ്ക് മോന്റെ സുഹൃത്ത് അയച്ച്, അതും സ്കൂൾ ഗ്രൂപ്പിൽ ഇട്ടതാണ്. ആ ഗ്രൂപ്പിൽ ഇട്ടെടുത്തുനിന്ന് മോനത് കണ്ട് മോനും മെന്റലി ഭയങ്കര ഇഷ്യൂ. സംഭവം വേറൊന്നുമല്ല, ഇവരുടെ ഞാനിത് പല വീഡിയോകളിൽ പറഞ്ഞതാണ്, അതുകൊണ്ട് വീണ്ടും പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മനസ്സിലാക്കട്ടെ. ഒരു തവണ ഇവരുടെ കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻറ്റുകൾ ഇവരും ഇവരുടെ സഹോദരൻ എന്ന് പറയപ്പെടുന്ന ആളും കൂടി ചേർന്ന് വായിക്കുന്നുണ്ട്. ഇപ്പോഴും അങ്ങനെ ഉണ്ടല്ലോ അവർ. അപ്പോൾ ആ ഒരു സമയത്ത് ഇവർ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ, ആളുകൾ ഇവരെ തമ്മിൽ ഈ ഒരു സഹോദരനും സഹോദരിയും ബന്ധത്തെ തെറ്റിദ്ധരിക്കുന്നു എന്ന ഒരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഇവർ എടുത്തു വെച്ച് റിയാക്ട് ചെയ്തു. അതിനുശേഷം ഇവർ എന്ത് ചെയ്തെന്നു, വേറൊരു വീഡിയോ വന്ന സമയത്തിന് അതിനകത്ത് കണ്ടതെന്ന് വെച്ചാൽ, ഇവർ പിന്നെ എന്താണ് ഈ സഹോദരൻ ഈ പുള്ളിക്കാരൻ ഈ സഹോദരൻ വന്നിട്ട് പറയുന്നു, ഈ സ്ത്രീയുടെ പേര് പറഞ്ഞിട്ട് ഇത്ര മണിയായി, 12-12:30 സമയമായി, നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് പറയുന്നു. ആ സമയത്ത് ഈ സ്ത്രീ പെയിൻറ്റിങ്ങിലായിരുന്നു. അപ്പോൾ അതവിടെ വച്ചിട്ട് ഇവർ പോയി നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് നല്ല വസ്ത്രമൊക്കെ ധരിച്ച്, നല്ല വസ്ത്രം എന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, അത്രയും നല്ല അടിപൊളിയായിട്ട് പോയി. രണ്ടാളും പുറത്ത് പോയി നല്ല അത്യാവശ്യം നല്ല
വലിയൊരു റെസ്റ്റോറൻ്റാണ് കാണിക്കുന്നത്. അവിടെ പോയി ഇവർ ഫുഡ് കഴിക്കുന്നു. അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ഇവരുടെ കുഞ്ഞുങ്ങളുണ്ടോ എന്നുള്ള കാര്യം പൊതുജനങ്ങൾ കാണുമ്പോൾ അറിയാൻ പറ്റുന്നില്ല. അവർക്കറിയില്ല ഇവരുടെ കൂടെ കുഞ്ഞുങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അതേസമയം ഉപ്പയോ ഉമ്മയോ ആരെങ്കിലും ഉണ്ടോ എന്നും അറിയാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ ഇവർ അവരുടെ ഒന്നും ഫോട്ടോസ് എടുക്കാത്തതായിരിക്കും. അപ്പോൾ ഇവർ ഫുഡ് കഴിക്കുന്നു, രണ്ടുപേരും ഫുഡ് കഴിക്കുന്നു, ഇവർ അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നു. അപ്പോൾ ആ ഒരു സംഭവത്തെ പറ്റിയിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്തപ്പോൾ അതിനെ പറ്റിയിട്ട് ആ ഒരു സംഭവം ഞാൻ പറഞ്ഞത്, ഇവർ കമൻറ്റ് ബോക്സ് എടുത്ത് വെച്ചിട്ട് കമൻറ്റിൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങളെ ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങൾ തന്നെയാണ്. ഇതുപോലെ 10-12 മണിക്കൊക്കെ സഹോദരൻ വന്നിട്ട് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് പറയുന്നു. നിങ്ങൾ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ധരിച്ച് പോകുന്നു. നിങ്ങൾ 2 പേരും മാത്രമായിട്ടിരുന്ന് നല്ല വൃത്തിക്ക് അടിച്ച് വിടുന്നു, ഫുഡ് കഴിക്കുന്നു. അതാണ് ഉദ്ദേശിച്ചത്. ഫുഡ് കഴിക്കുന്നു. അതിനുശേഷം നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ കുട്ടികളെ കൂടെ കൂട്ടുന്നുണ്ടാവാം. അത് പക്ഷേ നിങ്ങൾ കാണിക്കുന്നില്ല. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഉമ്മയോ ഉപ്പയോ ആരെങ്കിലും നിങ്ങളുടെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മറ്റുള്ളവർക്ക് അറിയില്ല. പിന്നെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് പാഴ്സൽ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ടാവാം. അതും പൊതുജനത്തിന് അറിയില്ല. അങ്ങനെ അറിയാത്തത് കൊണ്ടാണ് മറ്റുള്ളവർ ഇതുപോലെ കമൻ്റ് ഇടുന്നത്. അതുമാത്രമല്ല, ഗുരുവായൂർ ആ ഒരു സംഭവം നടക്കുന്ന സമയത്ത്, ഗുരുവായൂർ ഒരു വഴക്കും പ്രശ്നം ഉണ്ടായില്ലേ, ആ ഒരു സമയത്ത് ഈ പറയുന്ന പുള്ളിക്കാരൻ്റെ അമ്മ പറഞ്ഞ ഒരു വാക്കുണ്ട്, എൻ്റെ മകനെ വേണമെങ്കിൽ ഞാൻ ഇവൾക്ക് വിവാഹം കഴിച്ച് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ ആ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഞാനത് പറഞ്ഞു. അപ്പോൾ ഈ പൊതുജനങ്ങൾക്ക് നിങ്ങൾ സഹോദരനും സഹോദരിയുമാണ് എന്നുള്ള കാര്യത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത് ഈ പറയുന്ന സഹോദരൻ്റെ അമ്മ തന്നെയാണ്. അതുകൊണ്ടാണ് ഇതുപോലെ ആ സമയത്തൊക്കെ നിങ്ങൾ ഒരുമിച്ച് പോകുമ്പോഴത്തേക്ക് ആളുകൾ നിങ്ങളെ തെറ്റിദ്ധരിക്കുന്നത്. അങ്ങനെ തെറ്റിദ്ധരിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ആരെങ്കിലും കൊണ്ടുപോവുക. ഇത് അല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ട് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആ വീഡിയോ വല്ലതും കാണുമ്പോഴത്തേക്ക് ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് കാണുമ്പോൾ ചിലപ്പോൾ വിഷമം ഉണ്ടാവും. അമ്മ ഞങ്ങളെ കൊണ്ടുപോവാതെ പോയി ഫുഡൊക്കെ കഴിക്കുന്നു എന്നുള്ള കാര്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ വിഷമം ഉണ്ടായിന്ന് വരാം. അത് ഒരു പക്ഷേ നിങ്ങൾ ആ ഒരു ഫുഡ് എല്ലാ മക്കൾക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ടാവാം. പക്ഷെ പൊതുജനങ്ങൾക്ക് അത് അറിയില്ല. അതുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ കമൻ്റ് ഇടുന്നത്. അപ്പോൾ കമൻ്റ് ഇടാനുള്ള ആ ഒരു അവസരം നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഇത് തന്നെയാണ് ഞാൻ എവിടെയും പറയുന്നത്. നമ്മൾ കള്ളം പറയുകയാണെങ്കിലേ നമുക്ക് ഭയക്കേണ്ട കാര്യമുള്ളൂ. ഈ ഒരു സംഭവം പറഞ്ഞപ്പം ഈ പുള്ളിക്കാരത്തേക്ക് കയറി അങ്ങ് കൊണ്ടു. അപ്പോൾ ഇവർ നോക്കുമ്പോഴത്തേക്ക് ഗുരുവായൂർ കിടന്ന് നിരങ്ങുന്ന സംഭവങ്ങളൊക്കെ ഞാനെടുത്ത് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവർക്ക് എൻ്റെ വായ അടപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവർ അതിൽ കയറി അങ്ങ് പിടിച്ചു. ഇവർ കണ്ടെത്തിയ ഒരു മാർഗം, എൻ്റെ വായ അടപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ കണ്ടെത്തിയ ഒരു മാർഗമാണ് കുഞ്ഞുങ്ങളെ ഞാൻ എന്താണ്ട് പറഞ്ഞു എന്നുള്ള രീതിയിൽ ഇവർ കൊണ്ടുപോയി കേസ് കൊടുത്തത്. അതിനുള്ള കള്ളക്കേസിനുള്ള തെളിവ് ഇവരുണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ പറയുന്നത് സ്കൂളിൻ്റെ ഗ്രൂപ്പിൽ വന്നു എന്നാണ് പറയുന്നത്, വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നു എന്നാണ് പറയുന്നത്. ഇവരുണ്ടാക്കിയ തെളിവ് എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ഇവരുടെ കുട്ടികളിൽ ഒരാൾ, അത് ഏത് കുട്ടിയാണെന്ന് എനിക്കറിയില്ല, ഇവരുടെ കുട്ടികളിൽ ഒരു കുട്ടിക്ക് അങ്ങാണ്ട് ആ കുട്ടിയുടെ ഒരു ഫ്രണ്ട് പിന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, വോയിസ് മെസ്സേജ്. കാരണം വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാലേ തെളിവില്ലല്ലോ, വോയിസ് മെസ്സേജ് ആകുമ്പോഴത്തേക്ക് തെളിവാണല്ലോ. അപ്പോൾ ഇവർ ആ കുട്ടിയെ കൊണ്ട് പറയിച്ചതാണെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ ആ ഒരു കുട്ടി തെളിവ് ഉണ്ടാക്കിയെടുക്കണ്ടേ. അപ്പോൾ ആ കുട്ടി വിളിച്ചിട്ട് പറഞ്ഞത് എന്താണ്, എടാ ഞാൻ ഇന്നലെ ഒരു റിയാക്ഷൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ആ വീഡിയോയിലുള്ള ആ ഒരു സ്ത്രീ പറഞ്ഞതെന്ന് വെച്ചാൽ, നിൻ്റെ ഉമ്മയും മാമനും ഒറ്റയ്ക്ക് വലിയ ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളെ ഒന്നും കൊണ്ടുപോവില്ലേ, നിങ്ങൾക്കൊന്നും വാങ്ങിച്ച് തരില്ലേ, അപ്പോൾ നീ ഇവിടെ നിന്നെ കൊണ്ടുപോയി അതും ഇതുമൊക്കെ മേടിച്ച് തരുമെന്ന് പറയുന്നത് വെറുതെ കള്ളം പറഞ്ഞതാണ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന കുട്ടി മെസ്സേജ് അയച്ചു എന്നാണ് ഈ ഒരു ലേഡി പറഞ്ഞത്. അപ്പോൾ അത് കേട്ടപ്പോൾ ഇവരുടെ കുഞ്ഞിന് വിഷമമായി. എന്തിന് കുഞ്ഞിന് വിഷമാവണം? ഇവർ തന്നെ എപ്പോഴും പറയുന്നൊരു കാര്യം, ഇവർ എവിടെ പോയാലും ഇവരുടെ മക്കളെയും കൊണ്ടാണ് പോകുന്നത്, അല്ലാണ്ട് ഇവർ ഒറ്റയ്ക്ക് പോവാറില്ലെന്ന്. എങ്കിൽ പിന്നെ കുട്ടികൾക്ക് അറിയില്ലേ? അപ്പോൾ കുട്ടിക്ക് അതങ്ങ് പറഞ്ഞാൽ പോരെ. അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. അങ്ങനെ കുഞ്ഞിനങ്ങ് വിഷമായി. കുഞ്ഞ് ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി, പ്രശ്നമായി. കുഞ്ഞ് പറഞ്ഞു, ഇനി ഞാൻ പോണില്ല, അപ്പോൾ അമ്മയും മാമനും ഞങ്ങളെ കൊണ്ടുപോവാതെ പോയി ഫുഡൊക്കെ കഴിക്കുമല്ലേ, അതുകൊണ്ട് ഞാൻ ഇനി പഠിക്കാൻ പോകുന്നില്ല, ഇനി സ്കൂളിലും പോകുന്നില്ല, എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞ്
കുട്ടി കിടന്ന് കരഞ്ഞു. അങ്ങനെ കുട്ടിയെ ഇവർ സമാധാനിപ്പിക്കാൻ നോക്കിയവർക്ക് ഒരു രക്ഷയില്ല. അപ്പോൾ കുഞ്ഞു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് നിയമപ്രകാരം പോവാമെന്നോ അങ്ങനെ ഏതാണ്ട് അങ്ങനെ പറഞ്ഞു. അങ്ങനെ കുഞ്ഞിൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് എൻ്റെ പേരിൽ കൊണ്ടുപോയി ഇവർ കേസ് കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ കേസൊക്കെ കൊടുത്തിട്ട് വന്നതിന് ശേഷമാണ് കുഞ്ഞ് പഠിക്കാൻ പോകാൻ പോലും തയ്യാറായത്. ഒന്ന് ഓർത്തു നോക്കൂ. ശരിക്കും പറയുകയാണെങ്കിൽ ആ കുട്ടികളെ ഇവർ പാഴിക്കളയല്ലേ ചെയ്യുന്നത്. കുഞ്ഞുങ്ങളുടെ ഭാഗത്ത് നിന്നൊരു തെറ്റ് വന്നാൽ അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായാൽ നമ്മൾ മുതിർന്നവർ, അമ്മയും അച്ഛനും ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വേണം അത് സ്നേഹത്തോടു കൂടി പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തി കൊടുക്കേണ്ടത്. അല്ലാണ്ട് കുട്ടിപ്രായത്തിലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് തെറ്റായ രീതിയിൽ കള്ളക്കേസ് കൊടുക്കാനൊക്കെ പറഞ്ഞു കൊടുത്താൽ ആ കുട്ടികൾ വളർന്ന് വലുതായിയാണ് വരുന്നത്. അവർ ചെറുതായി അല്ല പോകുന്നത്, അവർ മുതിർന്നാണ് വരുന്നത്. അപ്പോൾ അതൊന്നും ഒട്ടും ശരിയല്ല. അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ. ഇവരുടെ കുഞ്ഞിനെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. വീഡിയോ കുറച്ച് ലെന്തായി പോവും, അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് മുഴുവനും കേൾക്കാതിരുന്നാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തുമില്ല. ഇനി ബാക്കി കൂടി കേൾക്കാവേ. കൂട്ടുകാരന്മാരെ കളിയാക്കി ഇതൊക്കെ കൊടുത്തു വെച്ചിട്ടാണ് നമ്മൾ പരാതി കൊടുക്കുന്നത്. ഇപ്പൊ സ്ത്രീ ഒരു ദിവസം ഒരു 4 വീഡിയോ എങ്കിലും എന്റെ അത് ചെയ്യുന്നുണ്ട്. അപ്പം മതസ്പർദ്ധയാണ് ആ സ്ത്രീയുടെ ഉദ്ദേശം എന്ന് ഉള്ളത് മനസ്സിലാകുന്നത്. സ്ത്രീയുടെ പേര് വ്യക്തമായി അതാണ് പറയുന്നത്. ദിവസവും ആ ഒരു സ്ത്രീ 4-5 വീഡിയോ എന്നെ പറ്റി ഇടും. അല്ല, ഒറ്റൊരു ദിവസം കൊണ്ട് ന്യൂസ് 80 ചാനലിൽ 10-20 വീഡിയോകൾ ഇട്ടപ്പോൾ പ്രശ്നമൊന്നും ഇല്ലായിരുന്നോ? അല്ല, ഞാൻ ചോദിക്കുകയാണ്. ഞാനൊരു 4 വീഡിയോ ഡെയിലി ഇട്ടതാണ് ഇവർക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യം. അപ്പോൾ ഈ ന്യൂസ് 80 ചാനലിൽ ഒരു ദിവസം തന്നെ 10-ൽ കൂടുതൽ ഷോർട്ട് വീഡിയോകളും അതിൽ ഏറെ ലെങ്ത് വീഡിയോയും ഇട്ടപ്പോൾ യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. അതെന്താ അങ്ങനെ? എന്തെങ്കിലും ആവട്ടെ, ഇടുകയോ ഇടാതിരിക്കുകയോ അതൊക്കെ അവരുടെ കാര്യം. സ്കൂൾ ഗ്രൂപ്പിൽ ഇട്ടതാണ്. ആ ഗ്രൂപ്പിൽ ഇട്ടെടുത്തെന്ന് മോനത് കണ്ട് മോനും കമന്റിൽ വന്ന് രക്ഷു അയ്യോ കൂട്ടുകാരന്മാരെ കളിയാക്കി ഇതൊക്കെ കൊടുത്തു വെച്ചിട്ടാണ് നമ്മൾ പരാതി കൊടുക്കുന്നത്. ഇപ്പൊ ആ സ്ത്രീ ഒരു ദിവസം ഒരു 4 വീഡിയോ എങ്കിലും എന്റെ അത് ചെയ്യുന്നുണ്ട്. അതാണ് സഹിക്കാത്തത്. ആ സ്ത്രീയുടെ ഉദ്ദേശം എന്ന് ഉള്ളത് മനസ്സിലാകുന്നത്. സ്ത്രീയുടെ പേര് അതാണ് ഇവർ പറയുന്നത്. മതസ്പർദ്ധയാണ് എൻ്റെ ഉദ്ദേശം എന്നാണ് ഇവർ പറയുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ സ്ത്രീയെ, ഈ ശബ്ദത്തിന് ഉടമയായിട്ടുള്ള സ്ത്രീയോടാണ് ഞാൻ പറയുന്നത്. ഞാൻ പേര് നാളൊന്നും പറയുന്നില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്ത് മതസ്പർദ്ധയാണ് ഞാൻ ഉണ്ടാക്കുന്നത്? ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തെറ്റിക്കുന്ന മതസ്പർദ്ധ ഞാൻ ഉണ്ടാക്കുന്നോ? അതിന് താൻ ഹിന്ദു ആണോ? താൻ മുസ്ലിമാണോ? പറയ്. താൻ മുസ്ലിം ആണെങ്കിൽ താൻ അത് പറയും. തൻ്റെ ആ ഒരു മതത്തിൽപ്പെടുന്ന ആരും താൻ മുസ്ലിം അല്ലെന്നാണ് പറയുന്നത്. ഒറ്റ മനുഷ്യരും താൻ മുസ്ലിം ആണെന്ന് പറയുന്നില്ല. എല്ലാവരും പറയുന്നത് താൻ മുസ്ലിം അല്ല എന്നാണ്. താൻ ഹിന്ദു അല്ലെന്ന് നമ്മൾ ഹിന്ദുക്കൾ എല്ലാവരും പറയുന്നുമുണ്ട്. അപ്പോൾ താൻ ഹിന്ദുവുമല്ല മുസ്ലിമുമല്ല. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് തൻ്റെ നേർക്ക് മതസ്പർദ്ധ ഉണ്ടാക്കാനായിട്ട് നിന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോണേ. ആർക്കെങ്കിലുമൊക്കെ ഞാൻ മതസ്പർദ്ധ ഉണ്ടാക്കുന്നു എന്ന് തോന്നലുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. അതുപോലെ ഈ മതസ്പർദ്ധയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിലധികവും മുസ്ലിം സഹോദരങ്ങളാണ്. അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഞാൻ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ആളാണെന്ന്? അങ്ങനെ തോന്നുകയായിരുന്നു എങ്കിൽ എനിക്ക് മുസ്ലിം സഹോദരങ്ങളെ സബ്സ്ക്രൈബേഴ്സായിട്ട് കിട്ടത്തില്ലായിരുന്നു. അതാദ്യം മനസ്സിലാക്കുക. ആ സ്ത്രീയുടെ ഉദ്ദേശം എന്ന് ഉള്ളത് മനസ്സിലാകുന്നത്. സ്ത്രീയുടെ പേര് വ്യക്തമായിട്ട് ഞാൻ പറയുന്നില്ല. ഒരു ക്ലൂ ഞാൻ തരാം. ആ സ്ത്രീക്ക് ഒന്നിനും ഉത്തരം കിട്ടുന്നില്ല. എനിക്ക് എല്ലാത്തിനും ഉത്തരവുണ്ട്. പക്ഷേ താനൊക്കെ പറയുന്നത് കണക്ക് വാ തുറന്നു കഴിഞ്ഞാൽ നാട്ടുകാരെ മുഴുവനും പുറത്തു പറയാൻ കൊള്ളാത്ത ഭാഷയിലുള്ള ഉത്തരങ്ങൾ പറയാൻ ഞാൻ പഠിച്ചിട്ടില്ല. അതല്ല എൻ്റെ രക്ഷകർത്താക്കൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. 20 വയസ്സിൽ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോയ എൻ്റെ ഭർത്താവും എന്നോട് ഇതുപോലെ സംസ്കാരമില്ലാത്ത രീതിയിൽ പെരുമാറാൻ പഠിപ്പിച്ചിട്ടില്ല. അതുപോലെ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കുണൂജര ഫാൻസ് കേൾക്കാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതുപോലെ താനൊക്കെ ഈ വോയിസിൻ്റെ ഉടമയൊക്കെ കൊടുക്കുന്നത് പോലെയുള്ള മറുപടി ചാനലിൽ വന്നിട്ട് ഞാൻ കൊടുത്തിരുന്നെങ്കിൽ അന്ന് എൻ്റെ കെട്ടിയോൻ എൻ്റെ മൊബൈൽ തല്ലി പൊട്ടിച്ചേനെ. സോഷ്യൽ മീഡിയയൊക്കെ വീട്ടിലിരിക്കട്ടെ എന്ന് പറഞ്ഞേനെ. ഒരു ചേച്ചി അപ്പം മതസ്പർദ്ധയാണ്. ഞാൻ ആദ്യം ഇങ്ങോട്ടാണ് അപ്പം സ്ത്രീ മതസ്പർദ്ധയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഹിന്ദു മതസ്ഥരെയും മുസ്ലിം മതസ്ഥരെയും കൂടി തമ്മിൽ തെറ്റിക്കാനും അല്ലെങ്കിൽ അവരെ രണ്ടുപേരെയും എന്റെ എനിമിയാക്കാനും വേണ്ടിയിട്ടാണ് ഈ സ്ത്രീ. അയ്യേ,
ഇത് അതിനേക്കാൾ വലിയ കോമഡി. ഞാൻ ഹിന്ദു മതസ്ഥരെയും മുസ്ലിം മതസ്ഥരെയും തമ്മിൽ ഈ പെണ്ണുപിള്ളേരെ എനിമിയാക്കാൻ ശ്രമിച്ചെന്ന്. ഞാൻ ചോദിക്കട്ടെ, അതിന് താൻ ഹിന്ദു അല്ല മുസ്ലിമും അല്ല, പിന്നെ തന്നെ എങ്ങനെയാണോ എനിമിയാക്കുന്നത്? തന്നെ മുസ്ലിങ്ങൾക്കും വേണ്ട, ഹിന്ദുക്കൾക്കും വേണ്ട, രണ്ട് കൂട്ടർക്കും തന്നെ ആവശ്യമില്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് തന്നെ എനിമിയാക്കുന്നത്? എനിക്കൊരു പണിയുണ്ട് എന്ന് കരുതി താൻ ഈ ഭീഷണിയുടെ ഭാഷകളൊക്കെ സ്വീകരിച്ചു. അതുപോലെ തന്നെ താൻ യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന് എന്നെ ഇതുപോലെ കൂടെ കൂടെ ഇരുന്ന് ഊക്കാനായിട്ട് വന്നാലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഇഷ്ടമാണ്. ഞാൻ റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങൾ താൻ ഉണ്ടാക്കിയിടുന്നത് കൊണ്ട് മാത്രമാണ്. അതിന് താൻ എൻ്റെ വായ അടപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കലാപ ഭീഷണി കൊണ്ട് വരേണ്ട മോളെ. അപ്പം നമ്മൾ സകല വീഡിയോസും കാണിച്ചു കൊടുത്തു. ദിവസം ഒരു 4 എണ്ണം എന്നുള്ള രീതിയിലാണ് ഇപ്പം മൂപ്പത്തി നമ്മളെ കുറിച്ച് ചെയ്യുന്നത്. ഞാൻ മൂപ്പത്തിയൊന്നുമല്ല, ഞാൻ നല്ല ഒന്നാന്തരം ആശാരിക്ക് ജനിച്ചതാണ്. മൂപ്പര് വേറെയാണ് മോളെ, ഞാൻ മൂപ്പത്തിയല്ല. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരത്തേക്ക് സഹിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഞാനൊരു 4-5 വീഡിയോ ഇവരെ പറ്റി ഇടുന്നു, ഡെയിലി ഇടുന്നു എന്നുള്ളതാണ്. ആ 4-5 അല്ല, എനിക്ക് വേണേൽ ഇത് ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ആർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായങ്ങൾ പറയാം. ഞാനൊരു യൂട്യൂബറാണ്, ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. എനിക്കിവിടെ തുറന്നു പറയാം, എനിക്കിവിടെ പറയാനുള്ള കാര്യങ്ങൾ പറയാം. പക്ഷേ പറയുന്ന വാക്കുകൾക്ക് മാന്യത ഉണ്ടാവണം. തന്നെപ്പോലെ താൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കുട്ടികൾ കൂടി ഉപയോഗിക്കുന്നതാണ് എന്നുള്ളൊരു തോന്നൽ കൂടി ഇല്ലാണ്ട് വായ തുറന്നാൽ സെക്ഷുവലായിട്ടുള്ള വാക്കുകൾ മാത്രമല്ലേ താൻ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് പറയുന്നത്? അതുപോലൊരു വാക്കും നമ്മളാരും പറയുന്നില്ല, അതുപോലെ തെറി വിളിക്കുന്നില്ല നമ്മൾ. ഇത്തരത്തിൽ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് കുട്ടികൾ പോലും കേൾക്കാൻ അറയ്ക്കുന്ന കാര്യങ്ങൾ. യൂട്യൂബ് ചാനൽ പ്രായമായവരും കുട്ടികളും സ്ത്രീകളും എല്ലാവരും യൂസ് ചെയ്യുന്ന ഒന്നാണ്. അവിടെ വന്നിട്ട് കേൾക്കാനും പറയാനും കൊള്ളാത്ത ഭാഷകൾ മാത്രം യൂസ് ചെയ്യുന്ന താനാണോ ഇത് പറയുന്നത്? അപ്പം ആദ്യം അരുണ് പറഞ്ഞു നമുക്ക് മാനനഷ്ടത്തിന് കോടതിയിലേക്ക് കൊടുക്കാം. ഓഹോ, ഇവരുടെ സഹോദരൻ, ആ സഹോദരൻ്റെ പേര് പോലും പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം എനിക്കിഷ്ടമല്ല ഇവരെ രണ്ടുപേരെയും. കാരണം ഇവരുടെയൊക്കെ വാ തുറന്നാൽ ഇവരുടെയൊക്കെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെന്ന് പറഞ്ഞാൽ ആരും പറയാത്തതാണ്. ഒരിക്കലും ആരും സംസാരിക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ഭാഷകളാണ് ഇവരുടെയൊക്കെ വായിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇവരുടെ സഹോദരൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ പറഞ്ഞത് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പോലും എൻ്റെ പേരിൽ. എന്ത് മാനോടോ നിങ്ങൾക്കൊക്കെ ഉള്ളത്? നിങ്ങൾക്ക് അഭിമാനമുണ്ടായിട്ടാണോ നിങ്ങൾ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് വൃത്തികെട്ട ഭാഷകൾ മാത്രം 24 മണിക്കൂറും വാ തുറന്നാൽ അത് മാത്രമല്ലേ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്നുള്ളൂ? നിങ്ങൾ ചെയ്യുന്ന റീൽസ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യുന്ന വീഡിയോകളിലെല്ലാം നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ വിസർജ്യവും തോറ്റുപോകുന്ന നാറ്റമുള്ള വാക്കുകളാണ് നിങ്ങൾ രണ്ടാളും പറയുന്നത്. എന്നിട്ട് എനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണമെന്നോ? കൊടുത്തു നോക്ക്. താൻ പോയി സുപ്രീം കോടതി പോയി കൊടുത്തു നോക്ക്. എനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ്, ഞാൻ നിങ്ങളെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. പണ്ടൊരിക്കൽ താൻ എന്നെപ്പറ്റി പറഞ്ഞൊരു വാചകമുണ്ട്, ജസ്റ്റിൽ നിന്നെ പിച്ചി മാന്തി നുള്ളി എന്നും പറഞ്ഞ് നീ നിൻ്റെ ദൈവങ്ങളോട് പോയി പരാതി പറയാന്ന്. അതുപോലെ തന്നെ നീ കോടതി പോയി പരാതി പറ, ഞാൻ നിന്നെ പിച്ചി നുള്ളി മാന്തി എന്ന്. അപ്പോൾ പിന്നീട് വരുന്നത് എന്നെ തൂക്കിക്കൊല്ലുമായിരിക്കും. അതിനപ്പുറത്തോട്ട് ഒന്നും വരില്ലല്ലോ, ഒന്നും വരില്ല. എന്തായാലും നീ കൊണ്ടുവന്ന് എത്ര കേസ് കൊടുത്താലും ഞാൻ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ കോടതി എന്നെ തൂക്കിക്കൊല്ലത്തുള്ളൂ. എൻ്റെ ചാനൽ അവർ നന്നായിട്ട് ചെക്ക് ചെയ്യും, അല്ലാതെ അവരൊന്നും ചെയ്യത്തില്ല. ഓക്കെ, പുള്ളിക്കാരൻ എനിക്കെതിരെ കേസ് കൊടുത്ത് എന്നെ മാനനഷ്ടത്തിന് എനിക്കെതിരെ കേസ് കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരത്തി പറഞ്ഞതെന്ന് പറഞ്ഞാൽ അങ്ങനെ എന്നെ കേസ് കൊടുക്കേണ്ട കാര്യമില്ല, എനിക്കെന്തിനാ അമ്മച്ചീരെ പൈസ ഇന്ന്. ഇതിപ്പോൾ ഞാനല്ലേ ശരിക്കും പറയുകയാണെങ്കിൽ എന്തുമാത്രം ബോഡി ഷേമിംഗ് ആടോ ഓരോ വീഡിയോയിലും താൻ എനിക്കെതിരെ കൊണ്ടുവരുന്നത്? എന്തുമാത്രം ആത്മഹത്യാ പ്രേരണ ഉണ്ടാക്കുന്ന രീതിയിൽ താൻ എനിക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്ക് കൊടുക്കാമല്ലോ കേസ് തന്നെ പറ്റിയിട്ട്, എന്നിട്ട് ഞാൻ ചെയ്തിട്ടില്ല. കാരണം തന്നോടൊന്നും സംസാരിക്കുന്ന പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് തന്നെ. അപ്പോൾ എന്നിട്ട് പറയണേ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാമെന്ന്. എത്ര രൂപ വേണം മാനനഷ്ടത്തിന് തൻ്റെയൊക്കെ? താനൊക്കെ ഈ ചാനലിൽ വന്നിട്ട് മറ്റുള്ളവരെ അപരാധം വിളിക്കുന്ന നിനക്കൊക്കെ എന്ത് മാന്യതയാണ് ഉള്ളത്? എത്ര രൂപയാണ് നിനക്കൊക്കെ വേണ്ടത്? കൊടുത്തോളൂ, മാനനഷ്ടത്തിനൂടി കൊടുത്തോളൂ. അങ്ങനെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കേണ്ടി വന്നാൽ ഞാൻ കോടതിയോട് പറയും, ഇവർക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്ന നേരത്തിൽ ഒരു 10 വർഷം ഞാൻ എക്സ്ട്രാ ജയിലിൽ കിടന്നോളാം എന്ന് പറഞ്ഞോളാം കേട്ടോ. ഞാൻ ഒരു
പാവം ഒരു സ്ത്രീ ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ക്ഷമിച്ചപ്പം എന്റെ നേർക്കിപ്പം ഒരുപാട് വീഡിയോസ് വന്നപ്പം ആശാട്ടി വിചാരിച്ചു നമുക്ക് എന്തും പറയാം, യൂട്യൂബ് ചാനൽ അല്ലേ, നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം, ആരും ചോദിക്കാം. ഇതാരാ ഈ പറയുന്നത്? ഉളുപ്പുണ്ടോ തനിക്ക്? എന്തും പറയാം, യൂട്യൂബ് ചാനലല്ലേ, എന്തും പറയാമെന്ന് വിചാരിച്ചെന്ന് ഞാൻ വിചാരിച്ചു. മാനനഷ്ടത്തിന് അതായത് ഒരു വീഡിയോ ഇട്ട് പോട്ടെ എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ നിരന്തരം വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോൾ ഇവർ കരുതി പിന്നെ എന്താണ് പിന്നെ കേസൊന്നും കൊടുക്കണ്ട, ഒരു വീഡിയോ ഇട്ട് പോട്ടെ എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ എന്തും പറയാമെന്ന് പറഞ്ഞ് എൻ്റെ ചാനലിലെ എൻ്റെ വീഡിയോകളൊക്കെ എടുത്ത് നോക്കട്ടെ. താൻ എന്നെ പറഞ്ഞ വീഡിയോകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓരോന്നായിട്ട്. അത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും എന്നെയാണോ പറഞ്ഞത് ഞാനാണോ പറഞ്ഞത് എന്നുള്ള കാര്യം. ഓക്കെ, എന്താടോ ഇതൊക്കെ? കാരണം അവള് കേസ് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക എന്നുള്ള രീതിയിലായിരുന്നു ആശാന്തിയുടെ പെരുമാറ്റം. അതങ്ങ് മാറ്റി കൊടുത്തേക്കാമെന്ന് കരുതി. അപ്പം കൊല്ലാണ്ടി സ്റ്റേഷനിൽ പോയിട്ട് തിരിച്ചു വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പം അമ്മശ്ശിക്ക് ചെയ്ത വീഡിയോസ് മുഴുവനവും പെൻ ഡ്രൈവിലാക്കിയിട്ടും നമ്മൾ തെളിവായിട്ട് കൊടുത്തിട്ടുണ്ട്. ആയിക്കോട്ടെ, കൊടുത്തേരെ. ഞാൻ വേണമെങ്കിൽ കുറച്ച് വീഡിയോസുകൾ പെൻഡ്രൈവിലാക്കിയിട്ട് ഞാനും അങ്ങോട്ട് തന്നേക്കാം. ഇരിക്കട്ടെ, വെറുതെ ഇരിക്കട്ടെ. പെൻഡ്രൈവിലാക്കാൻ ഇനി മെനക്കിടണ്ട. ഞാൻ വേണമെങ്കിൽ പെൻഡ്രൈവിലാക്കിയിട്ട് തരാം. എത്ര വീഡിയോ വേണം എൻ്റെത്? എനിക്ക് അങ്ങനെയൊന്നും താൻ എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. താൻ വേണമെങ്കിൽ ഇതേ എൻ്റെ ചാനലിലുള്ള മുഴുവൻ വീഡിയോ വേണമെങ്കിലും എടുത്തുകൊണ്ട് പെൻഡ്രൈവിലാക്കി കൊണ്ടുവന്ന് കൊടുത്തോ, എനിക്കൊരു പ്രശ്നവുമില്ല. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് വീഡിയോയിൽ എന്തായിപ്പോയി? എന്നിട്ട് അത് പരാതിയായിട്ട് പോയി എന്നുള്ളൊരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം പറയാണ്. കലാപ ആഹ്വാനത്തിന് ആരും കേസ് പേടിച്ചു പോയി. അപ്പം അതിനുള്ള സകല തെളിവുകളും അതിലുണ്ട്. അപ്പൊ ഈ സ്ത്രീ ഒരിക്കൽ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ട് അവൾ എല്ലാവരുടെ പേരിലും പോയി കേസ് കൊടുക്കുന്നവളാണ്, പൈസ ഉള്ളവർക്ക് എന്തു ആവാം, പിടിപാടുള്ളവർക്ക് എന്തു ആവാം. അപ്പം ഉത്തരം കിട്ടുന്ന ചേച്ചിയെ അല്ലെങ്കിൽ ഉത്തരം കിട്ടാത്ത ചേച്ചിയെ നിങ്ങളടുത്ത് പറയാനുള്ളത് എന്താണെന്നറിയോ? പോലീസുകാരടുത്ത് നമ്മളൊരു പരാതി കൊടുത്താൽ അവർ നല്ല അസലായിട്ട് അന്വേഷണം നടത്തിയിട്ട് അതിൽ അവർ നടപടിയെടുക്കുള്ളൂ. എനിക്ക് വലിയ പിടിപാടുണ്ടെന്ന് പറഞ്ഞാട്ട് പോയിട്ടൊന്നും ഒരു കാര്യമില്ല. നീതി നിയമം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈക്വലായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. അവിടെ ഞാനൊരു ചിത്രം വരയ്ക്കുന്നതെന്ന് വെച്ചിട്ട് എനിക്ക് പോലീസ് സ്റ്റേഷനിൽ വലിയ പരിഗണന കിട്ടാനൊന്നുമില്ല. അത് ശരിയാണ്. നിങ്ങളൊരു ചിത്രം വരയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും വലിയ പരിഗണന കിട്ടുന്നില്ലെന്നൊക്കെ നിങ്ങൾ പറയുന്നു. പക്ഷേ നിങ്ങൾക്ക് കുമ്മനം രാജശേഖരൻ്റെയും പിന്നെ അത് കണക്ക് കിണ്ണം തന്ന ഗോപാലൻ ചേട്ടൻ്റെയൊക്കെ സപ്പോർട്ട് ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടം പോലെ. അത് ആയിക്കോളൂ. നമുക്കതൊന്നുമില്ലേ. നമുക്കൊരു രാജശേഖരനും ഇല്ല, കിണ്ണം ചേട്ടന്മാരും ഇല്ല, ആരുമില്ല. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. ദൈവം മാത്രമേ ഉള്ളൂ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. പിന്നെന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരത്തി പറഞ്ഞൊരു കാര്യം എന്താണ്, പിന്നെ വീഡിയോകളെല്ലാം പെൻഡ്രൈവിലാക്കി കൊടുത്തു എന്നോ? ആയിക്കോട്ടെ, കൊടുത്തോളൂ. അപ്പോൾ താൻ എനിക്കെതിരെ ഇട്ട ഒരുപാട് വീഡിയോകളുണ്ട് കേട്ടോ, അതും മറക്കണ്ട. തൻ്റെ ചാനലിൽ തന്നെ ഉണ്ട്, അത് പോയി ഒന്ന് എടുത്ത് നോക്ക് താൻ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണെന്ന്. വിഷു കഴിഞ്ഞല്ലോ, ഇനി വലിയ പെരുന്നാളിന്റെ കൈനീട്ടം ഇങ്ങോട്ടാണ് ഇത്രയോട് പറഞ്ഞത്. അപ്പൊ വലിയ പെരുന്നാളിന്റെ കൈനീട്ടാനൊക്കെ ഞാനും കൂടെ തയ്ച്ചിട്ടുണ്ട്. ഇനിയും നിന്റെ ചുറ്റുപാടും നിന്റെ കുഞ്ഞുങ്ങളെയും ചിന്തിച്ചിട്ട് ഒരിക്കലും ഞാൻ ക്ഷമിച്ചു. മാനേജ് നല്ല സൈഡിലുള്ള പോലീസുകാരിക്കാണ്. അപ്പൊ നിനക്ക് കൂട്ടപ്പുരം ദിവസം 4 വീഡിയോസ് അല്ലേ എന്നെ കുറിച്ച്. അങ്ങനെ ഇപ്പോൾ എൻ്റെ മക്കളെ എന്നെയും എൻ്റെ ചുറ്റുപാടും നോക്കി നീ ക്ഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ മുന്നോട്ട് വയ്ക്കോ, ധൈര്യമായിട്ട് വയ്ക്കോ, ഒരു പ്രശ്നമില്ല. പിന്നെ എനിക്ക് കൂട്ടക്കുരു ഉണ്ടെങ്കിൽ നീ സഹിക്കേണ്ട കാര്യമില്ല, അത് ഞാൻ കൊണ്ടു കിടന്നോളാം. ദിവസം 4 വീഡിയോ അല്ലേ, ഇനി ഞാൻ 7 വീഡിയോ വെച്ചിടും. നീ എന്ത് ചെയ്യുമെന്ന് നോക്കട്ടെ. എൻ്റെ വാക്കുകൾ ശുദ്ധമാണെങ്കിൽ, ഞാൻ പറയുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആണെങ്കിൽ എനിക്ക് നിന്നെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് പറ്റുന്നതാണ് നമ്മൾ പോയി പരാതി കൊടുക്കുന്നത്. അതാണ് എൻ്റെ
അല്ല, നിനക്ക് സന്തോഷമുണ്ട്, ഞാൻ ഇരന്ന് മേടിച്ചതാണെന്ന് പറയാൻ എനിക്കതിലൊരു ദുഃഖവും ഇല്ലല്ലോടേ. എനിക്കൊരു ദുഃഖമില്ല. കൂടി പോയാൽ തീഹാർ ജയിലിൽ കൊണ്ടുവന്നാക്കുമോ, അല്ലെങ്കിൽ ചിലപ്പോൾ കൊലക്കുറ്റത്തിന് തൂക്കിക്കൊല്ലാൻ വിധിക്കുമോ എന്നെ. ഞാൻ എന്തായാലും ആരെയും കൊന്നിട്ടില്ല കേട്ടോ, അതുകൊണ്ട് എനിക്ക് പേടിക്കണ്ട. ചെയ്തതിന് നോ പ്രോബ്ലം. അത് കഴിഞ്ഞിട്ട് ഇപ്പം 3-4 ദിവസമായി ഇതിനെക്കുറിച്ച് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നു. നോ പ്രോബ്ലം. ഞാൻ ആരുടെ പേരിലും പരാതി കൊടുക്കാൻ പോയിട്ടില്ലല്ലോ. പക്ഷേ ഇത് കലാപം ഉണ്ടാവണം എന്നുള്ള ചിന്തയോടുകൂടെ മുപ്പത്തിയുടെ ഒരു കാമുകനുണ്ടായിരുന്നു, അബ്ദുൽ ലത്തീഫ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അയാൾ എടി, നിൻ്റെ വായിൽ വരുന്നത് ഇതേ വരുള്ളൂ, കാരണം നീ അതാണ്. അതുകൊണ്ടാണ് നിനക്ക് മറ്റുള്ളവരെ ഈ ഒരു ഭാഷ ചേർത്ത് പറയാൻ തോന്നുന്നത്. പക്ഷേ ഇതുണ്ടല്ലോ, ഞാൻ വെറുതെ ഇവിടെ ഒന്നും നീയും വിചാരിക്കേണ്ട. ഞാൻ മനസ്സറിയാത്ത കാര്യങ്ങൾ ഇതുപോലെ പടച്ചു വിടുന്ന ഒരുത്തിയാ നീ. ഇത് നീ ചെവി നുള്ളിക്കോ മോളെ. അയാൾക്ക് ഞാൻ മറുപടി കൊടുത്തത് സഹിതം ആൻറ്റി പോസ്റ്റ് ചെയ്തിട്ട് റിയാക്ഷൻ വീഡിയോ എന്നുള്ള രീതിയിൽ ആൻറ്റി പെരുമാറി. അപ്പം കലാപം ഉണ്ടാക്കണമെന്നുള്ള എൻ്റെ ആ ചിന്ത ഞാൻ റെഡിയാക്കി തരാം. ഓക്കെ, 2025 ഏറ്റവും വലിയ കോമഡി കേട്ടോ. നിങ്ങളെല്ലാവരും ഞാൻ കേൾപ്പിച്ച് തന്നിട്ടുണ്ട്. അരമണിക്കൂർ ദൈർഘ്യമെടുത്തു. അത് എൻ്റെ കയ്യിലെ മിസ്റ്റേക്കൊന്നും അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്നെ പുട്ടിയും മേക്കപ്പും ഒന്നും ഇല്ലാണ്ട്, പുട്ടി ഞാൻ ഇടാറില്ല, അത് വേറെ സത്യം, പൗഡറാണ് എൻ്റെ പുട്ടി. എന്ത് ഡാസ്ലറിൻ്റെ പൗഡറാണ് എൻ്റെ പുട്ടി. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബായ്.